ബൈനോമിയൽ തിയറത്തിൻ്റെ പാർട്ട് 5 വീഡിയോ ആണിത്. ഇതിനകത്ത് ടു ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വാരിയബിൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദ ഫോളോയിങ് ബൈനോമിയൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 1/x ഹോൾ റേസ് ടു 14. എക്സ് മൈനസ് 1/x ഹോൾ റേസ് ടു 14 ഈക്വൽ ടു എക്സ് പ്ലസ് മൈനസ് 1/x whole raised to 14. Step 1, find the general term. General term find out ചെയ്യുക. ഓക്കെ, അതായത് t r plus 1 equal to first in the coefficient NCR അല്ലേ. Here n is equal to 14. 14 CR. Next first term x. First term raised to 14 minus r into second term minus 1/x minus 1/x whole raised to r. Next നമുക്ക് മൈനസ് ഔട്ട്സൈഡ് എടുക്കാം. ഈക്വൽ ടു minus 1 whole raised to r 14cr x raised to 14 minus r into 1/x raised to r അല്ലേ. നെക്സ്റ്റ് minus 1 whole raised to r 14cr x raised to 14 minus r 1/x raised to r നെ നമുക്ക് x raised to minus r എന്ന് എഴുതാം. നെക്സ്റ്റ് x raised to m into x raised to n is equal to x raised to m plus n ആണ് അല്ലേ. സോ x raised to 14 minus r into x raised to minus r equal to x raised to 14 minus r plus minus r. Minus 1 whole raised to r 14cr x raised to 14 minus r plus minus becomes minus r. Minus 1 whole raised to r 14cr x raised to 14 minus r 2r. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? എക്സ്പാൻഷനിലുള്ള ഏത് ടേമാണ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ്, അതായത് ഏത് ടേമിലാണ് എക്സ് എന്നുള്ള വാരിയബിൾ ഇല്ലാത്തത്, അതാണ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എക്സ് എന്നുള്ള ടേം ഇല്ലാത്ത വാരിയബിൾ എന്തായിരിക്കും? ഈ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു എക്സ് റേസ് ടു 0 എന്നായിരിക്കും അല്ലെ. എക്സ് റേസ് ടു 0 ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ പവർ 0 ആണെങ്കിൽ ആ ടേമിൽ എക്സ് ഉണ്ടാവില്ല അല്ലേ. ആ ടേം ഇസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എക്സ് റേസ് ടു 0 അതായത് 14 മൈനസ് 2r ഇസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഇവിടെ എക്സിൻ്റെ പവർ 14 മൈനസ് 2r ആണ്. സോ 14 മൈനസ് 2r ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആറിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. r ഇസ് ഈക്വൽ ടു -14 ഡിവൈഡഡ് ബൈ -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 അല്ലേ. വിച്ച് മീൻസ് r ഇസ് ഈക്വൽ ടു 7 ആകുമ്പോൾ ആ ടേം ബൈനോമിയൽ എക്സ്പാൻഷനിലുള്ള ആ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ജനറൽ ടേമിന് ആറിന് നമുക്ക് ഇതല്ലേ നമ്മൾ ജനറൽ ടേം ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു r 14cr x റേസ് ടു 14 മൈനസ് 2r അതാണ് ജനറൽ ടേം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? r ഇസ് ഈക്വൽ ടു 7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി 7 പ്ലസ് 1 ഈക്വൽ ടു -1 ഹോൾ റേസ് ടു r ഈക്വൽ ടു 7 ആണ്. 7 14c7 x റേസ് ടു 14 minus 2 into 7. Okay, 14 minus 2 into 7 is 14. So 14 minus 14 is equal to 0. Equal to -1 whole raised to 7 14c7. So t8 is equal to -1 whole raised to 7 14c7 ആണ്. അതായത് ഈ 8th ടേം എക്സ്പാൻഷനിലുള്ള 8th ടേമിൽ എക്സ് ടേം ഇല്ല. ഓക്കെ, സോ എക്സ് മൈനസ് 1/x ഹോൾ റേസ് ടു 14ൻ്റെ എക്സ്പാൻഷനിലുള്ള 8th ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ആയിരിക്കും. സോ ഇവിടുത്തെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുശേഷം എക്സിൻ്റെ ടോട്ടൽ പവർ ഫൈൻഡ് ഔട്ട് ചെയ്യുക.
ഓക്കെ, എന്നിട്ട് ആ പവറിനെ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിക്കോസ് x⁻0 ഈക്വൽ ടു 1 ആണ്. സോ ആ ടോട്ടൽ പവറിനെ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആറിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അല്ലേ, ആറിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? r പ്ലസ് 1th ടേമിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും. 6 ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം r പ്ലസ് 1th ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആയിരിക്കും എന്ന്. അല്ലേ, സോ ഹിയർ r ഇസ് ഈക്വൽ ടു 7 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ 7 പ്ലസ് 1th ടേം, ദാറ്റ് ഈസ് 8th ടേം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. x² 1 പ്ലസ് x ഹോൾ റൈസ് ടു 9. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? x² ആൻഡ് സെക്കൻഡ് ടേം 1/x. നെക്സ്റ്റ് n ഇസ് ഈക്വൽ ടു 9. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഇസ് tr plus 1 is equal to ncr, n equal to 9, 9cr. Next, first term x² whole raised to 9 minus r. Next, second term into 1/x whole raised to r. Next step endane? x inde total power find out cheyyam. 9cr x raised to 2 into 9 minus r. അല്ലേ, ബിക്കോസ് x raised to n whole raised to m is equal to x raised to n into m ആണ്. അല്ലേ, സോ x² whole raised to 9 minus 2നെ x raised to 2 into 9 minus r എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 1 by x raised to r, because 1 raised to r is equal to 1 തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9cr x raised to 2 into 9 80 minus 2r into 1 by x raised to r നെ നമുക്ക് x raised to minus r എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് 9cr x raised to 18 minus 2r minus r. അല്ലേ, ബിക്കോസ് a raised to m into a raised to n is equal to a raised to m plus n ആണ്. ഇവിടെയും രണ്ടും ബേസ് സെയിം ആണ്, x ആണ്. സോ 18 minus 2r plus minus r, plus minus become minus. ഓക്കെ, equal to 9cr x raised to 18 minus 2 minus 1 minus 3r. നെക്സ്റ്റ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സിൻ്റെ പവർ 0 ആയിരിക്കണം. എക്സ് റേസ് ടു 0 ആണ് 1. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിൻ്റെ പവർ, അതായത് 18 minus 3r ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് minus 3r is equal to minus 18. r is equal to minus 18 by minus 3 is equal to 6. So r is equal to 6 എന്ന് വന്നു. ഓക്കെ, സോ r plus 1 is equal to 6 plus 1 is equal to 7th term. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. r is equal to 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് r is equal to 6 എന്നാണ് കിട്ടിയത്. സോ t 6 plus 1 is equal to 9c6 x raised to 18 minus 3 into 6, 18 minus 18 is equal to 0. So that is equal to 9c6. ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആണ്.